ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള സോയ റൈസ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സോയ റൈസ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഈ ഒരു ബൗളിൽ ഒരു 1/4 ഭാഗത്തോളം സോയ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ സോയ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം 2 തവണ തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സോയയുടെ കുത്തുന്ന ചുവ ഉണ്ടാവില്ല. ഈ സോയ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മിക്സ് കണ്ട നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട മസാലയെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഓവർ വെള്ളം ഒഴിക്കരുത്, അത്യാവശ്യം തിക്കായിട്ടിരിക്കണം. ഈ മിക്സിലോട്ട് സോയ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സോയയിലെല്ലാം മസാല നന്നായിട്ട് പിടിക്കണം, അതുപോലെ കുഴച്ചെടുക്കണേ. ഇപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേ. ഇനി നമുക്ക് സോയ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതാ സോയ എല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് സോയയുടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയ ഫ്രൈ ആണിത്. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ സൂപ്പറാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സോയ ഫ്രൈ കണ്ടോ, 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ. അപ്പോൾ കഴിക്കാൻ എങ്ങനെയായിരിക്കും, സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടത് മാറ്റി വയ്ക്കാം. നമുക്കിനി സോയ റൈസ് റെഡിയാക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ടൊരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടണ്ട, നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോഴത്തെ വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് ജോക്കർ കോല റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു 3 വിസിലാണ് കേട്ടോ വേണ്ടത്. റൈസ് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെന്തുടഞ്ഞു പോകരുതേ. റൈസ് ഇതുപോലെ പരസ്പരം ഒട്ടാതെ കിട്ടണം. റൈസ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ 3/4 ഭാഗവും ഓക്കെ ആയെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ റൈസ് ആണിത്. നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സോയ ഫ്രൈക്ക് ശരിക്കും ഒരു നോൺ വെജ് ടേസ്റ്റാണ് കേട്ടോ. സോയ ഫ്രൈ ചെയ്താണെന്ന് പറയേയില്ല. സോയ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തായെന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായ നല്ല വെറൈറ്റി ആയിട്ടുള്ള സോയ റൈസ് റെഡി. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എന്തൊരു ഭംഗിയെ കാണാൻ തന്നെ അല്ലേ, കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റിയാണ്. കണ്ടോ, റൈസൊക്കെ നോക്കിയേ, പരസ്പരം ഒട്ടാതെ എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത്. ഒരുപാട് പണിയൊന്നുമില്ലല്ലോ ഈ ഒരു സോയ റൈസ് റെഡിയാക്കാനായിട്ട്. വളരെ സിമ്പിളല്ലേ. നിങ്ങൾക്ക് ഈ റൈസിൻ്റെ കൂടെ നോൺ വെജ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഞാൻ ഈ റൈസിൻ്റെ കൂടെ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് കണ്ടേ. തൈരുണ്ട്, പിന്നെ മിക്സ്ഡ് കാരക്ക ആൻഡ് ലെമൺ പിക്കിൾ, പിന്നെ തേങ്ങ ചമ്മന്തി. ഈ ഒരു 3 ഐറ്റവും സോയ റൈസിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോയ റൈസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.